ഭാരതീയ ഹൈന്ദവ സംസ്കാരത്തിൽ വളരെ പ്രാധാന്യത്തോടെ ആരാധിച്ചു വരുന്ന ദേവിയാണ് കാളി. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം നൽകി പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ഭദ്രകാളി ഉപാസനാദേവിയുടെ രൗദ്രഭാവമാണ്. ദാരികവധത്തിനായി ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണെന്നും ദക്ഷന്റെ യാഗാഗ്നിയിൽ സതി ദേഹത്യാഗം ചെയ്തതിൽ ക്രുദ്ധനായി തീർന്ന പരമശിവൻ ദക്ഷനോടുള്ള പ്രതികാരത്തിനായി തന്റെ ജട നിലത്തടിച്ചപ്പോൾ ജന്മമെടുത്തതാണ് ഭദ്രകാളി എന്നും വിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട്. ദാരികൻ എന്ന അസുര ചക്രവർത്തി ബ്രഹ്മാവിന്റെ കടുത്ത ഭക്തനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. മാതാവായ ദാരുമതിയുടെ ഉപദേശപ്രകാരം ബ്രഹ്മാവിനെ തപസ് ചെയ്ത ദാരികൻ ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം നേടുന്നു. ഈ അനുഗ്രഹത്താൽ തന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ലെന്ന് ചിന്തിച്ച ദാരികൻ ഭൂമിയിലും ആകാശത്തിലും നാശം വിതയ്ക്കുന്നു. സർവ്വലോകങ്ങളും ദാരികന്റെ ആധിപത്യത്തിൽ വരുന്നു. കോപിഷ്ഠനായ ശിവൻ തന്റെ മൂന്നാം കണ്ണു തുറക്കുകയും തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്ന് ലോകമാതാവായ ദേവി ആദിപരാശക്തി ഭയങ്കരമായ ശ്രീഭദ്രകാളി രൂപത്തിൽ സർവായുധധാരിയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദാരികനെ വധിച്ച് ലോകത്തിന് മംഗളം ചെയ്യുവാൻ ശിവൻ ഭദ്രകാളിയോട് ആവശ്യപ്പെടുന്നു. ദാരികാപുരി ഇടിച്ചു തകർത്ത് തരിപ്പണമാക്കിയ കാളി അങ്കക്കലി അടങ്ങാതെ ദാരിക ശിരസും കയ്യിലേന്തി കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. കാളിയുടെ ദാരിക നിഗ്രഹ കഥ പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന നിരവധി അനുഷ്ഠാന കലകൾ കേരളത്തിൽ പ്രചാരത്തിലുണ്ട്. ഇതിനു പുറമെ മധുകൈടഭന്മാരെ വധിക്കാനായി അവതരിച്ചതാണ് ഭദ്രകാളി എന്നും വിശ്വാസമുണ്ട്. മധുകൈടഭന്മാരെന്ന രണ്ട് അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ഭഗവാൻ വിഷ്ണു തളരുകയും ആ സമയത്ത് ഭദ്രകാളി അവതരിച്ചുമെന്നും ഒരു വിശ്വാസമുണ്ട്. ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിൽ കാളിയെ കരാള രൂപിണിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നു എന്ന സങ്കല്പമാണ് ഭദ്രകാളിക്കുള്ളത്. ഉഗ്രരൂപിണിയായിട്ടാണ് ഭദ്രകാളിയെ ഭക്തർ കരുതുന്നതും ആരാധിക്കുന്നതും. ഭദ്രകാളിയെ ആരാധിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ നേടാൻ കാരണമാകും. ഭദ്രകാളിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഇല്ലാതായി ജീവിതം ഭദ്രമാകും. ദേവിക്ക് അതീവ പ്രാധാന്യമുള്ള ദിനങ്ങളിൽ, അതായത് ഭദ്രകാളി ജയന്തി ദിനത്തിലും മറ്റും ദേവീപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. വൈകുന്നേരം നാമജപത്തോടെ ദേവീക്ഷേത്ര ദർശനം നടത്തി തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. നെയ്വിളക്ക് കൊളുത്തി അതിനു മുന്നിലിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ദേവീപ്രീതി നേടിത്തരും. തെളിഞ്ഞ മനസ്സോടെയുള്ള ഭക്തരുടെ പ്രാർത്ഥന ദേവി ഒരിക്കലും കേൾക്കാതിരിക്കുകയില്ല. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ദുരിതങ്ങളെയും തരണം ചെയ്യുവാൻ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള കരുതൽ എന്ന പോലെ ദേവി ഭക്തനെ കാത്തുപരിപാലിക്കും. ഭദ്രകാളി ജയന്തി ദിനത്തിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ദേവീപ്രീതികരമായ നാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചാൽ കുടുംബ ഐശ്വര്യം വർദ്ധിക്കും എന്നതുമാണ് വിശ്വാസം.